നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രമേ തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയോടുകൂടി എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ഒരു ചമ്മന്തി പൊടിയാണ് പൊടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എടുത്തു വച്ചിട്ടുണ്ട് ഏതാണ്ട് ഉഴുന്ന്, കുറച്ച് ഉഴുന്ന്, കുറച്ച് സാമ്പാർ പരിപ്പ്. ഇത് രണ്ടും കൂടി ഫ്രൈ പാനിലിട്ട് വറുക്കാൻ പോവുകയാണ്. എണ്ണ ഒട്ടും ഒഴിക്കാതെ വേണം നമ്മൾ വറുക്കാൻ. എണ്ണ ഒട്ടും ഒഴിക്കാതെ വറുത്ത് പ്രത്യേകം വറുത്ത് പൊടിച്ച് വയ്ക്കണം. അതുകൂടാതെ അതിനാവശ്യമായ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ ക്യാമറ വെച്ചെങ്കിൽ എങ്ങനെയാണെന്ന് ഒന്നും കണ്ടുകൂടാ. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ, ഒരു മുറി, അതായത് ഒരു മുറി കുറച്ച് ചമ്മന്തി പൊടിയാണ് ഞാൻ കുടിക്കാൻ പോകുന്നത്. ഈ തേങ്ങ ഇതോടൊപ്പം കുറച്ച് പുളി കൂടെ ചേർത്ത് അതുകൂടെ വറുത്തതിന് ശേഷം ചുവന്ന് വരുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കായപ്പൊടിയും ചേർക്കും. കട്ടിക്കായമായാൽ ഇതിനോടൊപ്പം ഇടാം. ഞാൻ പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. എന്നിട്ട് എല്ലാം കൂടെ എന്നിട്ട് മിക്സിയിൽ വെച്ച് പൊടിച്ച് നല്ലൊരു ചമ്മന്തി പൊടി ചോറിനും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാം. പുറത്ത് വെച്ചേക്കുന്ന എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എത്ര തന്നെ നമ്മൾ കൂടുതൽ പൊടിച്ചാലും അത് ചീത്തയായി പോകുമെന്ന് പേടിക്കേണ്ട. എത്ര മാസം വേണമെങ്കിലും ഇരുന്നോളും. പിന്നെ ഞാനിപ്പോൾ കുറച്ച് പൊടിക്കുന്നത് എനിക്ക് തേങ്ങ ചെയ്യാൻ വയ്യാത്തതുണ്ട്. അപ്പം ഞാനിത് ആദ്യം വറുക്കട്ടെ. ഇതാദ്യം വറുത്ത് നമുക്ക് മിക്സി പൊടിക്കണം. ഉഴുന്നും സാമ്പാർ കഴിക്കും നല്ലതായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇതാ കണ്ട. ഇതിൽ ഇനി തണുത്തതിന് ശേഷം നമുക്ക് കണ്ടുകൂടി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ പൊടിക്കാം. ഇനി അടുത്ത് ഞാൻ തേങ്ങ വറുക്കുന്നതിന് വേണ്ടി വയ്ക്കുകയാണ്. അതിലേക്ക് പുളി കൂടെ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള. ചുവന്നതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം. ഇതിൽ എണ്ണ ഒഴിക്കാൻ പാടില്ല. ഒന്നിനും എണ്ണ ഒഴിക്കാൻ പാടില്ല. ഇതിലും എണ്ണ ഒഴിക്കാൻ പാടില്ല. എണ്ണ ഒഴിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചമ്മന്തിപ്പൊടി അങ്ങ് കുഴഞ്ഞു പോകും. അത് ശരിയാവില്ല. നമുക്കിങ്ങനെ പൊറുതാക്കണം. പിന്നെ അതുപോലെ ഇതിൽ ഉള്ളി ചേർക്കില്ല. വെളുത്തുള്ളിയും ഇഞ്ചിയും ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചേർക്കാം. വെളുത്തുള്ളി ഇട്ട് വറുക്കാം, ഇഞ്ചി അരിഞ്ഞിട്ട് വറുത്ത് പൊടിക്കാം. പക്ഷേ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പക്ഷെ നല്ലതാണ് ഗ്യാസിനൊക്കെ. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. ഓപ്ഷണലാണ്. നല്ല എനിക്കിഷ്ടം. ഇനി തേങ്ങ ചുവന്ന് വരുമ്പോഴേക്കും അതിലേക്ക് മുളക് പൊടിയും ആവശ്യത്തിനുള്ള മുളക് എരി വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം. മല്ലിപ്പൊടിയും ചേർത്ത് കായപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കല്ലുപ്പ് ഇട്ട് വറുക്കും. എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട്. അതാണ് എന്നെ കാണാത്തോണ്ട് അത് വിളിക്കുന്നത്. ഞാനിപ്പോൾ അതിനെ കുളിപ്പിച്ച് അവിടെ കെട്ടിയിട്ട് വന്നതാണ്. ഞാനിനി തേങ്ങ വറുക്കട്ടെ. ഞാൻ വറുത്ത് വെച്ചിരുന്ന ഉഴുന്നും സാമ്പാറും പൊടിച്ചു പാസ്മ പോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വറുക്കുമ്പോഴും നമ്മൾ എണ്ണ ഒഴിക്കാൻ പാടില്ല. അവസാനം ഇത് തേങ്ങ എല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ തേങ്ങ ഇതാ ഞാൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പിന്നെ ഈ കാണിച്ചു തരാം ചൂട്. ഇതാ കണ്ട. ഈ കളറാകുമ്പോഴേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർക്കുന്നു. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർക്കും. ഇനി ചേർക്കാനുള്ളത് കായവും കല്ലുപ്പുമാണ്. കുറച്ച് കായപ്പൊടി നമ്മുടെ ഇഷ്ടത്തിൽ ചേർക്കാം. കുറച്ച് ചമ്മന്തിപ്പൊടിക്ക് കുറച്ച് കായപ്പൊടി ചേർത്താൽ മതി. ചേർത്ത് 2-3 പ്രാവശ്യം 2 മിനിറ്റ് ഇളക്കിയിട്ട് അത് തണുത്തതിന് ശേഷം പൊടിച്ച് നോക്കിയെല്ലാം മിക്സ് ചെയ്ത് ചമ്മന്തിപ്പൊടിയാക്കാം. തേങ്ങ വറുത്തത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ട. അതിനെ ഇതിനോടൊപ്പം തട്ടും. ഈ തേങ്ങയോടൊപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, പുളി, ഉപ്പ് ഇത്രയും ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി ഉപ്പ് കുറവാണെങ്കിൽ കൂടില്ല ഒരിക്കലും. അതനുസരിച്ചാണ് ഞാൻ കുറവാണെങ്കിൽ ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ ഒന്ന് ചൂടാക്കി വേണം ചേർക്കാൻ. ഉപ്പ് പൊടി ചൂടാക്കി ചേർക്കാം. അല്ലെങ്കിൽ കല്ലുപ്പ് ചൂടാക്കി അതിനൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം. ഇത് എണ്ണ ഒഴിച്ചില്ലെങ്കിൽ പോലും തേങ്ങ കുഴഞ്ഞു പോയി. അതാണ് എണ്ണ ഒഴിക്കാതെ വറുക്കുന്നത്. ഇങ്ങനെ കുഴയാതിരിക്കാനാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാത്രമാണ് എൻ്റെ ഊണിനുള്ള കറി. അങ്ങനെ എൻ്റെ ചമ്മന്തിപ്പൊടി റെഡിയായി. ഉപ്പും പുളിയും പാകമായിരുന്നു നോക്കിയപ്പോൾ.
എന്നിട്ട് എല്ലാ പൊടികളും തേങ്ങ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ അടിച്ചെടുത്തു. ജാറിലിട്ട് മിക്സിയിലിട്ട് നല്ല ടേസ്റ്റ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടാ. എന്തൊരു ടേസ്റ്റ് എന്നറിയാമോ. ഇത് മാത്രമാണ് ഇന്നത്തെ എൻ്റെ ഊണ്. ചോറ് കഴിക്കട്ടെ. ചോറിലേക്ക് ചമ്മന്തിപ്പൊടി ഇത് കുഴച്ച് കഴിക്കും. വേറെ ഒരു കറിയും ഞാൻ വച്ചിട്ടില്ല. പിന്നെ ഈ മാങ്ങ അച്ചാറും കൂടി. ഇത് ഞാൻ ഉണ്ടാക്കിയ മാങ്ങ അച്ചാറല്ല, റെഡിമെയ്ഡ് വാങ്ങിയതാണ്. അങ്ങനെ അപ്പം ഞാൻ ഇത് ഈ ചമ്മന്തി ഇട്ട് കുഴച്ചിട്ട് വേറെ ഒഴിക്കാനോ ഒന്നും വേണ്ട. എൻ്റെ ഈ ചമ്മന്തി മാത്രം മതി. ചമ്മന്തി പൊടി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.